തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രശസ്തമായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പിരപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. മാണിക്കൽ എന്ന ഗ്രാമത്തിന്റെ ദൃശ്യഭംഗിയിൽ അതിമനോഹരമായ വാസ്തുവിദ്യ നിർമ്മിതിയിലാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ അതിപുൽതനമായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് പിരപ്പൻകോട് ക്ഷേത്രം. ക്ഷേത്രക്കുളവും ആൽമരവും ഒക്കെയുള്ള മനോഹരമായ അന്തരീക്ഷവും കേരള വാസ്തുവിദ്യയിലുള്ള ക്ഷേത്രനിർമ്മിതിയുമൊക്കെ എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ്. ശ്രീകൃഷ്ണൻ പ്രധാന പ്രതിഷ്ഠയാകുമ്പോൾ ഉപദേവതകളായി ഗണപതി, ഭൂതത്താൻ, നാഗങ്ങൾ എന്നിവയാണ്. ഭൂമിയുടെ സാധാരണ നിരപ്പിൽ നിന്ന് കുറച്ചു താഴ്ന്ന് കിഴക്ക് ദർശനമായാണ് ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ളത്. മീനമാസത്തിലെ രോഹിണി നക്ഷത്ര ദിനത്തിലാണ് 10 ദിവസത്തെ വാർഷിക ഉത്സവം ആരംഭിക്കുന്നത്. പരമ്പരാഗത ക്ഷേത്രാചാരങ്ങൾക്ക് പേരുകേട്ടതാണ് വാർഷിക ഉത്സവം. കൊടിയേറ്റത്തോടെയാണ് ഇത് ആരംഭിക്കുന്നത്. 10ാം ദിവസം ആറാട്ടോടെ ഉത്സവം അവസാനിക്കും. MC റോഡ് വഴി യാത്ര ചെയ്യുന്നവർക്ക് വെമ്പായവും വെഞ്ഞാറമൂടിനും ഇടയിലാണ് പിരപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുള്ളത്. ദിവസേന നിരവധി സന്ദർശകർ എത്തുന്ന ക്ഷേത്രം കൂടിയാണ് ഇത്. 12ാം നൂറ്റാണ്ടിലെ ചെമ്പ് തകിടുകളിലെ പുരാതന ലിഖിതങ്ങൾ പരിശോധിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവായ ഉദയ മാർത്താണ്ഡവർമ്മയിൽ നിന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ സൂക്ഷിപ്പുകാർക്ക് ദൈനംദിന ചെലവുകൾക്കുള്ള സംഭാവനയായി ഭൂമി കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന് വിശദീകരിക്കുന്നു. തിരുവെഴുത്തുകളിൽ പിരപ്പ മാൻകോട്ട് എന്ന സ്ഥലം കൈമാറ്റം ചെയ്യപ്പെട്ടതായി പറയപ്പെടുന്നു. പിരപ്പ എന്നാൽ പരന്നതും, മാൻ എന്നാൽ മണ്ണും, കൊട്ടു എന്നാൽ ഭൂമിയും പരന്ന മണ്ണ് ഭൂമിയുമാണ്. ഇത് ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ സ്വഭാവം വ്യക്തമായി നിർവചിക്കുന്നു. പിന്നീട് പിരപ്പ മാൻകോട്ട് പിരപ്പൻകോട് ആയി മാറി. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് നേരിട്ട് ബന്ധമുണ്ടെന്ന് ലിഖിതം സൂചിപ്പിക്കുന്നു.